മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അവരുടെ കിതാബു തൗഹീദ് ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല എഴുതിയ ഷറഹ് ഇആനത്തുൽ മുസ്തഫീദ് ഓഡിയോ നമ്പർ 41. ഖാല ഷെയ്ഖ് അവർകൾ, അതായത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അവർകൾ പറഞ്ഞു, വഖൗലുല്ലാഹി അസ്സ വജൽ, അല്ലാഹു അസ്സ വജലിൻ്റെ വചനം, അതായത് ഈ ബാബിൽ പറഞ്ഞ ആയത്ത്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ഇന്നല്ലാഹ നിശ്ചയം അല്ലാഹു ലാ യഗ്ഫിറു, അവൻ പൊറുക്കുകയില്ല, അൻ യുശ്റക ബിഹി, അവനിൽ ശിർക്ക് വെക്കപ്പെടുന്നത്, വയഗ്ഫിറു, അവൻ പൊറുക്കുന്നതാണ്, മാ ദൂന ദാലിക, അതിൽ താഴെയുള്ളത്, ശിർക്കല്ലാത്ത പാപങ്ങൾ അല്ലാഹു പൊറുക്കുന്നതാണ്, ലിമൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. ഹാദാ ഖബറുൻ മിനല്ലാഹി അൻ നഫ്സിഹി സുബ്ഹാനഹു വ തആല, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നഫ്സ്, അവൻ സ്വന്തമായിട്ട് പറഞ്ഞ അള്ളാഹുവിൽ നിന്നുള്ള ഖബർ, വൃത്താന്തമാണ്. മുഅക്കദും ബി ഇന്ന, ഇന്ന എന്ന തഅക്കീദിൻ്റെ ഹർഫ് കൊണ്ട് തഅക്കീദ് ചെയ്യപ്പെട്ട അവസ്ഥയിൽ, തഅക്കീദ് ചെയ്തുകൊണ്ടാണ്, സ്ട്രെസ് ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്, എംഫസിസ് കൊടുത്തുകൊണ്ട്. അന്നഹു ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അവൻ ഷിർക്ക് ചെയ്യുന്നത്, അവൻ ഷിർക്ക് വെക്കപ്പെടുന്നത്, ചെയ്യപ്പെടുന്നത് അവൻ പൊറുക്കുകയില്ല. ഫഹാദ, ഇത് ഫിഹി ഖുദൂറത്ത് ഷിർക്ക്, ഇതിൽ ഷിർക്കിൻ്റെ അപകടം, അതിൻ്റെ ഗൗരവം ഉണ്ട് സൂചിപ്പിക്കുന്നു. ഫല്ലാഹു ലാ യഗ്ഫിറു ലിൽ മുശ്രിക്കി, അപ്പോൾ അള്ളാഹു മുശ്രിക്കിന് പുറത്തു കൊടുക്കുകയില്ല, ഷിർക്ക് ചെയ്യുന്ന ബഹുദൈവ വിശ്വാസിക്ക്. മഅ അന്ന റഹ്മതഹു വസിഅത് കുല്ല ഷൈ, അവൻ്റെ അള്ളാഹുവിൻ്റെ കാരുണ്യം എല്ലാ വസ്തുക്കൾക്കും വിശാലമാണ് എന്നതോടൊപ്പം തന്നെ, അപ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്താണ് അള്ളാഹുവിൻ്റെ അദാബിനേക്കാൾ വിശാലമായത്. എന്നിരുന്നാൽ പോലും അതോടൊപ്പം തന്നെ ഷിർക്ക് അള്ളാഹു പൊറുക്കൂല. ഷിർക്ക് പൊറുക്കൂല എന്ന് പറഞ്ഞാൽ ഷിർക്കിലായി ഒരാൾ മരിച്ചാൽ പൊറുക്കൂല. അതല്ലാതെ ഷിർക്ക് ചെയ്ത ആൾ അതിൽ നിന്നും മാറി തൗബ ചെയ്ത് മടങ്ങി അയാൾ തൗഹീദിലേക്ക് വന്നാൽ ആ ഷിർക്ക് പൊറുക്കപ്പെടുന്നതാണ്. വലാകിന്നൽ മുശ്രിക്കു, പക്ഷേ മുശ്രിക്ക്, വലാകിന്നൽ മുശ്രിക്ക ലാ യദ്ഖുലു ഫിഹ, പക്ഷേ മുശ്രിക്ക് എന്തില്ല, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ പ്രവേശിക്കില്ല. ലി ഇളമി ജരീമത്തിഹി, അയാളുടെ കുറ്റത്തിൻ്റെ അതിൻ്റെ ഗൗരവം കാരണമാണ് അത്. വൽ അയാദു ബില്ലാ, അള്ളാഹുവിൽ ശരണം. ഫമൻ മാത അല ശിർക്കി ഫഇന്നഹു ലാ യഗ്ഫിറു ലഹു, അപ്പോൾ ആരൊരുത്തൻ ഷിർക്കിലായി മരിച്ചുവോ അവന് അള്ളാഹു പൊറുക്കുന്നതല്ല. വഹാദാ യദുല്ലു അലാ ഖുതൂറത്തി ഷിർക്ക്, ഇത് ഷിർക്കിൻ്റെ ഗൗരവത്തെ അറിയിക്കുന്നു. ഫഇദാ കാന ശിർക്കു ബിഹാദിഹിൽ ഖുതൂറത്തി ഫഇന്നഹു യജിബു അൽ ഹിദ്റു മിൻഹു ഗായത്തുൽ ഹിദ്റി, അപ്പോൾ ഇത്രയും ഗൗരവതരമുള്ള സംഗതിയാണ്, ഗ്രാവിറ്റി ഉള്ളതാണ് ഷിർക്ക് എന്ന് വരുമ്പോൾ അതിൽ നിന്ന് സുരക്ഷിതമാവൽ, അതിൽ നിന്ന് രക്ഷ തേടൽ, അതിൽ നിന്ന് രക്ഷപ്പെടൽ, അതിനങ്ങേയറ്റം രക്ഷപ്പെടൽ നിർബന്ധമാണ് എന്ന്. കുല്ലു ദുനൂബി മദില്ലത്തുൽ മഗ്ഫിറത്തി വറജാ അൽ മഗ്ഫിറത്തി ഇല്ല ഷിർക്ക്, എല്ലാ പാപങ്ങളും മഗ്ഫിറത്ത് പ്രതീക്ഷിക്കപ്പെടാം അതിന്, അതേപോലെ മഗ്ഫിറത്ത് പ്രതീക്ഷിക്കാം ഷിർക്കല്ലാത്ത. എന്ന് പറഞ്ഞാൽ ഒരാൾ തൗബ ചെയ്തിട്ടില്ലെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് ഒരുപക്ഷെ എന്ത് ചെയ്യാം, അത് പൊറുക്കപ്പെട്ടേക്കാം. വഷിർക്കു ലാ യുംകിനു തജന്നുബഹു ഇല്ലാ ഇദാ അറഫ വഅറഫ ഖതറഹു, അപ്പോൾ ഷിർക്ക് എന്ന കാര്യം അത് തജന്നുബാക, അതിനെ ഉപേക്ഷിക്കൽ, അതിനെ വെടിയൽ സാധിക്കുകയില്ല, സൗകര്യപ്പെടുകയില്ല, ഇല്ലാ ഇദാ അറഫ വഅറഫ ഖതറഹു, ഒരാൾ അതിൻ്റെ ആ ഷിർക്ക് എന്താണെന്നുള്ളത് മനസ്സിലാക്കുകയും അതിൻ്റെ ഗൗരവം അയാൾക്ക് ബോധ്യപ്പെടുകയും ചെയ്താലല്ലാതെ. വഫിൽ ആയത്തിൽ ഉഖ്റ, മറ്റൊരു ആയത്തിൽ അഖ്ബറ സുബ്ഹാനഹു, അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിച്ചു, അന്നഹു ഹറമൽ ജന്നത അലൽ മുശ്രിക്, മുശ്രിക്ക് മേൽ സ്വർഗ്ഗം നിഷിദ്ധമാണ്, ഹറാമാണ് എന്ന്. ഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി فقد حرم الله عليه الجنة ومأواه النار وما للظالمين من أنصار. إنه من يشرك بالله, ആരൊരുത്തൻ അള്ളാഹുവിൽ ഷിർക്ക് ചെയ്യുന്നുവോ, ഫഖദ് ഹറമ അല്ലാഹു, നിശ്ചയം അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു, അലൈഹി അവനുമേൽ, അൽ ജന്ന സ്വർഗത്തെ, വമഅവാഹുന്നാർ അവൻ്റെ അഭയസ്ഥാനം, അവൻ്റെ സങ്കേതം നരകമാകുന്നു, വമാലിൽ ളാലിമീന മിൻ അൻസാർ അക്രമികൾക്ക് ഒരു സഹായികളാരും ഇല്ല തന്നെ. വൽ ഹറാം, ഹറാം എന്ന് പറഞ്ഞാൽ അൽ മംനൂ തടയപ്പെട്ടതാണ്, നരകം
സ്വർഗം അവന് തടയപ്പെട്ടതാണ്. ഫലാ യുംകിനു അന്നൽ മുശ്രിക യദൂഖു തുഅമൽ ജന്നതി ഔ യശുമ്മ റായിഹത്തൽ ജന്നതി. അപ്പോൾ മുശ്രിക്ക് ജന്നത്തിൻ്റെ സ്വർഗത്തിൻ്റെ തുഅമ് അതിൻ്റെ രുചി ആസ്വദിക്കുക എന്നത് സാധ്യമല്ല. അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ റായിഹത്ത് അതിൻ്റെ പരിമളം അത് ശ്വസിക്കുക എന്നത് അത് മണക്കുക എന്നത് അത് അവന് സാധ്യമല്ല, സൗകര്യപ്പെടുന്നതല്ല എന്ന്. വഫിൽ ആയത്തി സാലിസ, മൂന്നാമത്തെ ആയത്തിൽ അല്ലാഹു യഖൂലു തആല, അല്ലാഹു തആല പറയുന്നു, ഇന്നമൽ മുശ്രികൂന നജസുൻ ഫലാ യഖറബുൽ മസ്ജിദൽ ഹറാമ ബഅദ ആമിഹിം ഹാദാ. ഇന്നമൽ മുശ്രികൂന, നിശ്ചയം മുശ്രിക്കുകൾ, ബഹുദൈവ വിശ്വാസികൾ, നജസുൻ, അവർ നജസാണ്. നജസ് എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരം നജസാണെന്നുള്ള അർത്ഥത്തിലല്ല. അവർ ഷിർക്ക് എന്ന ബഹുദൈവാരാധന എന്ന മാലിന്യം പേറുന്നവരാണ് എന്നാണ്. ഫലാ യഖറബുൽ മസ്ജിദൽ ഹറാം, അവർ മസ്ജിദുൽ ഹറാമിലേക്ക് അവർ അടുക്കരുത് എന്ന്. ബഅദ ആമിഹിം ഹാദാ, ഈ വർഷത്തിന് ശേഷം. മനഅഹുമുല്ലാഹു മിൻ ദുഖൂലിൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് മുശ്രിക്കുകളെ, ബഹുദൈവ വിശ്വാസികളെ അള്ളാഹു തടഞ്ഞു. ലിഅന്നഹും നജസുൻ, കാരണം അവർ നജസാണ്. വനജാസത്തു ഷിർക്ക് നജാസത്തുൻ മഅനവിയ്യ, ഷിർക്ക് എന്ന മാലിന്യം അതിൻ്റെ മാലിന്യം എന്നത് അത് മഅനവിയായ നജസാണ്. വൽ മസ്ജിദുൽ ഹറാമു ലാ യദ്ഖുലുഹു ഇല്ലാ അഹ്ലുത് തൗഹീദ്, തൗഹീദിൻ്റെ ആളുകളല്ലാതെ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കരുത് എന്നതാണ്. വമാ കാനൂ ഔലിയാഉഹു ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ. വമാ കാന ഔലിയാഉഹു, അവൻ്റെ ഔലിയാക്കൾ അല്ല, ബന്ധുക്കളല്ല. ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ, മുത്തഖീങ്ങളല്ലാതെ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അല്ല, അള്ളാഹുവിൻ്റെ ബന്ധുക്കളല്ല, മിത്രങ്ങളല്ല. വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ, പക്ഷേ അവരിലധിക പേരും അറിയുന്നില്ല എന്ന്. കദാലിക്കൽ മുശ്രിക്കു ഹലാലു ദമി വൽ മാൽ. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമിർതു അൻ ഉഖാതില الناس حتى يقولوا لا اله الا الله فاذا قالوها عصموا مني دماؤهم واموالهم الا بحقها وحسابهم على الله عز وجل. അപ്പോൾ അപ്രകാരം തന്നെ മുശ്രിക്കിൻ്റെ ദമ്, മാല്, ഇത് ഹലാലാണ് എന്ന് പറഞ്ഞാൽ മുശ്രിക്കുകളുടെ, ബഹുദൈവ വിശ്വാസികളുടെ രക്തം ചിന്താം എന്നോ അവരുടെ സമ്പത്ത് കൊള്ളടിക്കാം എന്നോ അല്ല. യുദ്ധ സാഹചര്യം വന്നാൽ, ഇപ്പോൾ പ്രതിരോധ ആവശ്യാർത്ഥമാണ് ഇസ്ലാമിൽ യുദ്ധം അനുവദിച്ചിട്ടുള്ളത്. അങ്ങനെ യുദ്ധം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ തകർക്കപ്പെടുന്ന അല്ലെങ്കിൽ പരാജയപ്പെടുന്ന സത്യനിഷേധികളായിട്ടുള്ള ആളുകളെ, ഇസ്ലാമിൻ്റെ ശത്രുക്കളെ, ഇസ്ലാമിനെ തകർക്കാൻ, മുസ്ലിങ്ങളെ തകർക്കാൻ വേണ്ടി യുദ്ധത്തിന് വന്നവരെ, അവരെ പിന്നെ അവരുടെ രക്തം അനുവദനീയമാണ് എന്നതാണ് യുദ്ധ സാഹചര്യത്തിൽ. അതേപോലെ അവരുടെ സ്വത്തുക്കൾ ഗനീമത്തായിട്ട് പിടിച്ചെടുക്കാനോ, അതാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമിർതു, ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, ഉഖാതില الناس, ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ, ഹത്താ യഖൂലു, അവർ പറയുന്നവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നവരെ, ഫൈദാ ഖാലുഹ, അവരത് പറഞ്ഞാൽ, അസമു മിന്നി ദിമാഅഹും വ അംവാലഹും, എന്നിൽ നിന്ന് സുരക്ഷിതരായി അവർ, അവരുടെ സമ്പത്തുക്കളും സ്വത്തുക്കളും രക്തവുമൊക്കെ, ഇല്ലാ ബിഹഖിഹ, അതിൻ്റെ ഹക്കിൽ കൊണ്ട് അല്ലാതെ, വഹിസാബുഹും അലല്ലാഹി അസ്സ വജൽ, അവരുടെ ഹിസാബ് അല്ലാഹു അസ്സ വജലിലാണ്. അപ്പോൾ ഒരു യുദ്ധ സാഹചര്യത്തിൽ ഒരിക്കൽ ഒരു സഹാബി ഒരു ശത്രുവിനെ കൊല്ലുന്ന സാഹചര്യം ഉണ്ടായി. എങ്ങനെ? യുദ്ധത്തിൽ വധിക്കപ്പെടുമെന്ന് കണ്ടപ്പോൾ ആ ശത്രു എന്ത് ചെയ്തു? അയാൾ മുസ്ലിമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചു. അപ്പോൾ അത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അടവ് കാണിച്ചതാ എന്ന് വിചാരിച്ചുകൊണ്ട് ആ സ്വഹാബി അദ്ദേഹത്തിൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹയെ പരിഗണിക്കാതെ വധിക്കുകയാണ് ചെയ്തത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ പിന്നെ കൊല്ലാൻ പാടില്ല എന്ന്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാത്തവരൊക്കെ കൊല്ലണം എന്നാണോ? അല്ല. യുദ്ധ സാഹചര്യത്തിൽ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സന്ധി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ യുദ്ധം തുടരാണല്ലോ. അങ്ങനെയുള്ള അവസരത്തിൽ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ പിന്നെ അയാളെ കൊല്ലാൻ പാടില്ല, മുസ്ലിമായി പിന്നെ അയാളെ കൊല്ലാൻ പാടില്ല എന്നതാണ്. പിന്നെ അയാൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണോ പറഞ്ഞത്? അതൊന്നും പരിശോധിക്കേണ്ട ബാധ്യത വ്യക്തികൾക്കില്ല, മനുഷ്യർക്കില്ല. അത് അള്ളാഹുവിൻ്റെ അടുക്കത്തെ കാര്യമാണ്. അതല്ലാതെ മൊത്തം മുസ്ലിങ്ങളെയും കൊല്ലാതാം, അങ്ങനെ ഒരു നിലപാട് ഇസ്ലാമിലില്ല.
ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ തന്നെ ആ മുസ്ലിങ്ങൾ സുരക്ഷിതമായിട്ട് ജീവിച്ചിരുന്നു. മാത്രമല്ല, അങ്ങനെ ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് മറ്റു ശത്രുക്കളിൽ നിന്ന്, പുറത്തു നിന്നുള്ള ശത്രുക്കളിൽ നിന്നൊക്കെ സംരക്ഷണം നൽകൽ ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ബാധ്യത കൂടി ആണ്. ഖൗലുഹു വഖാല ഖലീൽ അലൈഹിസ്സലാം, ഖലീൽ അലൈഹിസ്സലാം ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, വജ്നുബിനി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, വജ്നുബിനി നീ എന്നെ അകറ്റി നിർത്തണേ, വബനിയ എൻ്റെ മകനെയും, അൻ നഅ്ബുദൽ അസ്നാം ഞങ്ങൾ ബിംബങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ അകറ്റി നിർത്തണേ. അൽ ഖലീലു ഹുവ ഇബ്രാഹിം അലൈഹിസ്സലാം, ഇവിടെ ഖലീൽ എന്ന് പറയുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാം. സുമിയ ബിൽ ഖലീൽ ലിഅന്ന അല്ലാഹ സുബ്ഹാനഹു ഇത്തഖദഹു ഖലീല. ഖലീൽ എന്ന് പറയാൻ കാരണം അള്ളാഹു ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ ഖലീൽ ആയിട്ട് തിരഞ്ഞെടുത്തു. കമാ ഖാല തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ, വത്തഖദ അല്ലാഹു ഇബ്രാഹിമ ഖലീല, അള്ളാഹു ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ ഖലീൽ കൂട്ടുകാരനായി തിരഞ്ഞെടുത്തു എന്നത്. അള്ളാഹുവിന് ഒരു പങ്കുകാരനുമില്ല. ഇവിടെ ഖുല്ലത്ത് എന്നതാണ് ഉദ്ദേശിക്കുന്നത്. വഹിയ അഅ്ലാ ദറജാത്തിൽ മഹബ്ബ, അത് സ്നേഹത്തിൻ്റെ പദവികളിൽ ഏറ്റവും ഉയർന്നതാണ് അവിടെ ഖലീൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐ അന്നല്ലാഹ യുഹിബ്ബുഹു അഅ്ലൽ മഹബ്ബത്തി, സ്നേഹത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ആ സ്നേഹം അള്ളാഹു ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ സ്നേഹിക്കുന്നു എന്ന്. വഹാദിഹി മർത്തബത്തുൻ, ഇതൊരു പദവിയാണ്. ലം യനൽഹാ ഇല്ലാ ഇബ്രാഹിമ വമുഹമ്മദുൻ അലൈഹിമസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം അലൈഹി ഇസ്ലാമും മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അല്ലാത്ത ആർക്കും എത്തിപ്പെടാൻ പറ്റാത്ത ഒരു പദവിയാണ് ഇത്. ഖൗലുഹു വജ്നുബിനി, എന്നെ അകറ്റി നിർത്തണേ, ഐ അബ്ഇദിനി, എന്നെ ദൂരെയാക്കണേ എന്നർത്ഥം. വജഅൽനി ഫി ജാനിബിൻ ബഈദ്, വളരെ ദൂരെയാക്കണേ എന്ന്. അൻ നഅ്ബുദൽ അസ്നാം, ഞങ്ങൾ ബിംബങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന്. ഖാഫ മിൻ ഇബാദത്തിഹ, ബിംബങ്ങളെ ആരാധിക്കുന്നത് അത് ഇബ്രാഹിം അലൈഹിസ്സലാം ഭയപ്പെട്ടു എന്നതാണ്. മഅ ഹാദിഹിൽ മൻസിലത്തിൽ അദീമത്തി, ഈ മഹത്തായിട്ടുള്ള പദവി ഇബ്രാഹിം അലൈഹിസ്സലാമിന് ഖലീലുല്ലാ എന്ന പദവി ഉള്ളതോടൊപ്പം അദ്ദേഹം ബിംബങ്ങളെ ആരാധിക്കുമോ എന്ന് ഭയപ്പെട്ടു പോയി. ഇബ്രാഹിം ഇബ്രാഹിം അലൈഹിസ്സലാം തൻ്റെ റബ്ബിങ്കൽ നിന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം നേടിയ ഖലീലുല്ലാ എന്ന സ്ഥാനമുള്ളതോടുകൂടി, അതേപോലെ ഇതോടൊപ്പം ഷിർക്കിനെതിരെ പടപൊരുതി അദ്ദേഹം ബഹുദൈവശാസ്ത്രത്തിനെതിരെ, അതേപോലെ സ്വന്തം കൈകൾ കൊണ്ട് ബിംബങ്ങളെ തച്ചുകൊടുത്ത് തൻ്റെ സമൂഹത്തിൽ തൻ്റെ ഉപ്പ തന്നെ ഉണ്ടാക്കി വിൽക്കുന്ന ബിംബങ്ങളെ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം പൊട്ടിച്ചു. അതേപോലെ അദ്ദേഹം വലിയ ശക്തമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് അദ്ദേഹം അതിന് പാത്രമായി എന്നതാണ്. ഫി സബീലി ദാലിക, ആ തൗഹീദിൻ്റെ വഴിയിൽ, ഹത്താ ഉൽഖിയ ഫിന്നാർ, അദ്ദേഹത്തെ തീയിൽ ഇടപെടുന്നത് വരെ. മഅദാലിക ഖാഫ അലാ നഫ്സിഹി മിനൽ വുഖൂഇ ഫി ശിർക്ക്, അതോടൊപ്പം തന്നെ ഇങ്ങനെയൊക്കെ ത്യാഗങ്ങൾ ചെയ്ത, തൗഹീദിന് വേണ്ടി പണിയെടുത്ത ആ ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഷിർക്കിൽ ആപതിക്കുന്നത് സ്വന്തം നഫ്സിൽ തന്നെ അദ്ദേഹം ഭയപ്പെട്ടു. ലിഅന്നൽ ഖുലൂബ ബൈന ഉസ്ബുഐനി മിൻ അസാബിഉർ റഹ്മാൻ, കാരണം ഖൽബുകൾ, ഹൃദയങ്ങൾ എന്നത് അർ-റഹ്മാനെ, അള്ളാഹുവിൻ്റെ വിരലുകളിൽ നിന്ന് 2 വിരലുകൾക്കിടയിലാണ്. വൽ ഹയ്യു ലാ തുഅ്മനു അലൈഹിൽ ഫിത്ന, ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് ഫിത്നയിൽ നിന്ന് നിർഭയത്വം അവകാശപ്പെടാൻ പറ്റില്ല. അത് ഉറപ്പില്ലല്ലോ, അള്ളാഹുവിനെ മാത്രമല്ലേ അറിയുള്ളൂ. വലിഹാദാ ഖാല ബഅ്ദു സലഫ്, അതുകൊണ്ട് ചില സലഫുകൾ, മുൻഗാമികൾ പറഞ്ഞു, വമൻ യഅ്മനുൽ ബലാഅ ബഅദ ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് ശേഷം ആരാണ് പരീക്ഷണത്തിൽ നിന്ന്, ഇങ്ങനെ ഫിത്നയിൽ ഷിർക്കിലൊക്കെ പെടുന്നതിൽ നിന്ന് നിർഭയനായിരിക്കാൻ ആരാണുള്ളത്? എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാം പോലും ഷിർക്കിൽ പെടുമോ എന്ന് സ്വന്തം നഫ്സിൽ ഭയപ്പെട്ടു എന്നതാണ്. ഫഇബ്രാഹിമു ഖാഫ അലാ നഫ്സിഹിൽ വുഖൂഅ ഫി ഷിർക്ക്, ഷിർക്കിൽ ആപതിക്കുമോ എന്ന് സ്വന്തം നഫ്സിൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഭയപ്പെട്ടു. ലമ്മാ റഅ കസറത വുഖൂഇഹി ഫിന്നാസ്, അദ്ദേഹം ജനങ്ങളിൽ ധാരാളം ആളുകൾ ആ ഷിർക്കിൽ പതിക്കുന്നതിൻ്റെ ആധിക്യം അത് കണ്ടപ്പോൾ, വഖാല അനിൽ അസ്നാം, ബിംബങ്ങളെക്കുറിച്ച് ഇബ്രാഹിം അലൈഹി സ്വലാം പറഞ്ഞു, റബ്ബി ഇന്നഹുന്ന അദ്ലൽന കസീറൻ മിനന്നാസ്, റബ്ബേ നിശ്ചയം ഈ ബിംബങ്ങൾ ജനങ്ങളിൽ ധാരാളം ആളുകളെ
വഴിതെറ്റിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ ഇവിടെ മുസ്ലിങ്ങളിൽ ഷിർക്ക് വരില്ല എന്ന് ചില ആൾക്കാർ പറയാറുണ്ടല്ലോ. കാരണം മുസ്ലിങ്ങളിൽ ഷിർക്ക് നബി ഭയപ്പെടില്ല എന്ന് പറഞ്ഞു എന്നാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ ഒട്ടാകെ മൊത്തം മുശ്രിക്കുകളാകുന്ന അവസ്ഥയിൽ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. കാരണം ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്? അന്ത്യനാൾ സംഭവിക്കില്ല എൻ്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം ബിംബാരാധകർ ആകുന്നതുവരെ എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷിർക്ക് സംഭവിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലും എന്ന് സൂചനയുണ്ട്. വഫി ഹാദാ അബ്ലഉ റദ്ദി അലാ ഹഉലാഇ അല്ലദീന യഖൂലൂൻ. അപ്പോൾ ഇങ്ങനെ പറയുന്നവർക്കുള്ള ഏറ്റവും നല്ല ഖണ്ഡനമാണിത്. അത് ഇതിലുണ്ട്. ലാ ഖൗഫ അലൽ മുസ്ലിമീന മിനൽ വഖൂഇ ഫി ഷിർക്ക്. മുസ്ലിങ്ങൾ ഷിർക്കിൽ ആപതിക്കും എന്ന് ഭയപ്പെടേണ്ടതില്ല. ബഅദമാ തഅലമു വതതഖഫു. അവർ കാര്യം അറിഞ്ഞ് സംസ്കാര സമ്പന്നരായ ശേഷം. ലിഅന്ന ഷിർക ബിഇബാദത്തിൽ അസ്നാമി ഷിർകുൻ സാദിജുൻ യതറഫഉ അൻഹുൽ മുസഖിഫു വൽ ഫാഹിമു വഇന്നമൽ ഖൗഫു അലൻ നാസി മിനൽ ഷിർക്ക് ഫിൽ ഹാക്കിമിയ്യ. അപ്പോൾ ഹാക്കിമിയത്തിലെ ഷിർക്ക് മാത്രമേ ഭയപ്പെടേണ്ടതുള്ളൂ, അല്ലാതെ ബിംബാരാധനയൊന്നും മുസ്ലിങ്ങളിൽ ഉണ്ടാവില്ല എന്ന് ചിലർ പറയുന്നത് അത് യഥാർത്ഥത്തിൽ പരിഗണനീയമല്ല. അതിനുള്ള ഖണ്ഡനം ഇതിനുണ്ട്. കാരണം തൗഹീദിനു വേണ്ടി പടപൊരുതിയ ഇബ്രാഹിം അലൈഹി സ്വലാം, അതിനുവേണ്ടി എത്രയോ ത്യാഗം സഹിച്ച ആ ഇബ്രാഹിം അലൈഹി സ്വലാം പോലും ബിംബാരാധനയിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടി എന്നതാണ്. വയർകുസൂന അലാ ഹാദാ നൗഇ ഖാസ്സ. അപ്പോൾ ഈ ഹാക്കിമിയത്തിലെ ഷിർക്ക് മാത്രമേ ഭയക്കേണ്ടതുള്ളൂ എന്ന അതിൽ കേന്ദ്രീകരിക്കാൻ ചില ആളുകൾ. അമ്മ ഷിർക്ക് ഫിൽ ഉലൂഹിയത്തി വൽ ഇബാദത്തി ഫലാ യഹ്തമൂന ബി ഇൻകാരിഹി. അപ്പോൾ ഉലൂഹിയത്തിലും ഇബാദത്തിലും വരുന്ന ഷിർക്ക് അവർ അത് പരിഗണിക്കുന്നില്ല. വഅലാ ഹാദാ യകൂനുൽ ഖലീൽ അലൈഹിസ്സലാം ഗൈറുഹു മിനർ റുസുലി ഇന്നമാ യുൻകിറൂന ഷിർക്കൻ സാദിജ വയത്റുകൂന ഷിർക ഖതീറ വഹുവ ഷിർക്കുൽ ഹാക്കിമിയത്തി കമാ യഖൂലു ഹൗലായി. ഇനി ഖാല വഫിൽ ഹദീസ്, ഹദീസിലുണ്ട് എന്ന് പറഞ്ഞു. അതായത് ഒരു ഹദീസ് പറയാം. أي الحديث الذي رواه أحمد والطبراني والبيهقي أن رسول الله صلى الله عليه وسلم قال لأصحابه. അതായത് ഹദീസ് പറഞ്ഞത് ഏതാണ്? തുബ്രാനിയും അഹ്മദും ബൈഹഖിയും റഹിമഹുമുല്ലാ ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറഞ്ഞു, ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും അശ്ശിർക്കുൽ അസ്ഗർ. ഞാൻ നിങ്ങളിലേക്ക് ഏറ്റവും ഭയപ്പെടുന്ന സംഗതി എന്നത് എന്താണ്? ഷിർക്കുൽ അസ്ഗർ ആണ്, ചെറിയ ഷിർക്കാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ലി അബീ ബക്കർ വ ഉമർ വ ലിസാദാത്തിൽ മുഹാജിരീന വൽ അൻസാർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, അതേപോലെ മുഹാജിറുകളുടെയും അൻസാറുകളുടെയും നേതാക്കൾ സെയ്ദുമാർ അവരോടാണ് പറഞ്ഞത്. അല്ലദീന ബലഗു അൽ ഖുമ്മത ഫി തൗഹീദ് വൽ ഈമാൻ വൽ ജിഹാദ് ഫി സബീലില്ലാഹ്. അവരെങ്ങനെയുള്ളവരാണ്? തൗഹീദിൻ്റെ വിഷയത്തിൽ, ഈമാൻ സത്യവിശ്വാസത്തിൻ്റെ വിഷയത്തിൽ, ജിഹാദിൻ്റെ വിഷയം, അല്ലാഹുവിൻ്റെ മാർഗ്ഗത്തിലുള്ള ത്യാഗപരിശ്രമങ്ങൾ, ജിഹാദിൻ്റെ വിഷയത്തിലൊക്കെ അവർ ഖുമ്മത്ത് അലാ ദർജയിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തെത്തിയ ആ സ്വഹാബാക്കളോടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്ത്? വമഅ ഹാദാ റസൂൽ യഖാഫു അലൈഹിം. അതോടൊപ്പം തന്നെ അവരിൽ ഈ ഷിർക്ക് വരുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെടുന്നു എന്നാണ്. ഫമൻ യഅ്മനു ബഅദ ഹൗലാ. അപ്പോൾ ഇക്കൂട്ടർ ഇത്തരം അത്യുന്നതരായിട്ടുള്ള സഹാബാക്കൾക്ക് ശേഷം പിന്നെ ഭയപ്പെടാത്തതാര്? അഖ്വഫ മാ അഖാഫു അലൈക്കും അശ്ശിർക്കുൽ അസ്ഗർ. ഞാൻ നിങ്ങൾക്ക് ഭയപ്പെടുന്നതിൽ ഏറ്റവും ഭയപ്പെടുന്ന സംഗതി ഷിർക്കുൽ അസ്ഗർ, ചെറിയ ഷിർക്കാണ് എന്ന്. ഫസുഇല അൻഹു ഫഖാൽ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു, എന്താണ് ഈ ഷിർക്കുൽ അസ്ഗർ, ചെറിയ ഷിർക്ക്? ഫഖാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർരിയാ, ലോകമാന്യമാണ്. ഹദാ ദലീലുൻ അലാ ഇഹ്തിമാമി സ്വഹാബത്തി ഫിൽ അംർ. അപ്പോൾ കാര്യത്തിൽ സ്വഹാബാക്കളുടെ പരിഗണന, അതിൻ്റെ പ്രാധാന്യത്തിൻ്റെ ദലീൽ ഇതിൽ കാണാം. റിയാ എന്ന് പറഞ്ഞ മാന, അതിൻ്റെ മാനാർത്ഥം അന്നൽ ഇൻസാന യതസന്നഉ അമാമൻ നാസ് ബിത്തഖ്വ. ജനങ്ങൾക്ക് മുമ്പിൽ മനുഷ്യൻ ഒരാൾ അയാൾ എന്ത് ചെയ്യാണ്? യതസന്നഉ, പ്രിറ്റൻഡ്, അഭിനയിക്കുന്നു, തഖ്വ ഉണ്ട് എന്ന് അഭിനയിക്കാൻ. വൽ അമലി സ്വാലിഹ്, സൽക്കർമ്മം കൊണ്ടും, ഈ തഖ്വാനി സ്വാലാഹ്, നിസ്കാരത്തിലുള്ള ഇത്തഖാന് വൈദ്യുതാലിക്ക്, അതുപോലുള്ള നല്ല കാര്യങ്ങളൊക്കെ. മിൻ അജ്ലി അയ്യംദഹൂഹു, അവർ ജനങ്ങൾ അയാളെ പ്രശംസിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ. ഫർരിയാഉ മിനർ റുഅയതി അൻ യുഹിബ്ബൽ ഇൻസാനു അൻ യറാഹു നാസ് വഹുവ യഅമലു അമല സ്വാലിഹ്. അപ്പോൾ എന്താണ് റിയാ എന്ന് പറഞ്ഞാൽ? ഒരു കാണിക്കല. എന്ത്? മനുഷ്യൻ, ഒരാൾ ജനങ്ങൾ കാണണമെന്ന് ആഗ്രഹിക്കലാണ്, ഇഷ്ടപ്പെടലാണ്. എന്ത്? വഹു യഅമലു അമല സ്വാലിഹ്, അയാൾ സൽക്കർമ്മം ചെയ്യുന്നു എന്ന് ജനങ്ങളെ കാണിക്കൽ അയാൾ ഇഷ്ടപ്പെടുന്നു.
മിൻ അജിലി, എന്തിനു വേണ്ടിയാണ് അത്? അയ്യം ദഹുഹു, അവർ അവനെ പ്രശംസിക്കാൻ വേണ്ടിയിട്ട്. വസുംഅത്തു, സുംഅത്ത് എന്ന് പറഞ്ഞാലോ അയ്യുഹിബ്ബൽ ഇൻസാനു അന്നന്നാസ യസ്മഊന കലാമഹു യസ്മഊന അമലഹു യംദഹൂനഹു, അയാളുടെ സംസാരം കേൾക്കണം, അയാളുടെ പ്രവൃത്തി കേൾക്കണം, അയാളെ അവർ പ്രശംസിക്കണം. ഇതാണ് സുംഅത്ത് എന്ന് പറയുന്നത്. ഫരിയാഉ ലിമാ യറാ മിനൽ അഅമാൽ വസ്സുംഅത്തു ലിമാ യസ്മഉ മിൻഹാ. അപ്പോൾ കർമ്മങ്ങളിൽ കാണുന്ന കാര്യത്തിന് എല്ലാമാണ് റിയാ വരിക. സുംഅത്ത് എന്ന് പറയുന്നത് കേൾക്കുന്ന കാര്യത്തിലാണ്. റിയാഉ ഷിർക്കുൻ ഖഫിയ്യുൻ, റിയാ എന്ന് പറഞ്ഞാൽ അത് ഖഫിയായ മറഞ്ഞ ഷിർക്കാണ്. അന്ന ഷിർക്ക് അലാ നൗഅൈൻ, കാരണം ഷിർക്ക് എന്ന് പറഞ്ഞാൽ രണ്ടിനങ്ങളാണ്. ഷിർക്കുൻ ളാഹിറുൻ വഷിർക്കുൻ ഖഫിയ്യുൻ, വ്യക്തമായ ഷിർക്ക്, ളാഹിറായ ഷിർക്ക്, ഖഫി മറഞ്ഞ ഷിർക്ക്. അഷിർക്കുൽ ളാഹിർ, വ്യക്തമായ ഷിർക്ക് എന്ന് പറഞ്ഞാൽ അല്ലദീ യതമസ്സലു ഫിൽ അഅമാലി വൽ അഖ്വാൽ, കർമ്മങ്ങളിലും വാക്കുകളിലുമൊക്കെ വരുന്നത്. ബിഅൻ യദ്ഉ ഗൈറല്ലാഹ്, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക. ഔ യദ്ബഹു ലി ഗൈരില്ലാഹ്, അല്ലെങ്കിൽ അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി ദബ്ഹ് അറക്കുക. ഔ യസ്തഗീസു ബിഗൈരില്ലാഹ്, അല്ലെങ്കിൽ ബിഅൻ യദ്ഉ ഗൈറല്ലാഹ് ഔ യദ്ബഹ ലി ഗൈരില്ലാഹ് ഔ യസ്തഗീസ ബിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടുക, ഇസ്തിഗാസ. എങ്ങനെ? അല്ലാഹുവിനോട് മാത്രം തേടേണ്ട കാര്യങ്ങളിൽ അല്ലാഹു അല്ലാത്തവരോട് തേടുക എന്നത്. ഹദാ ളാഹിറുൻ യറാഹു നാസു യസ്മഊന, ഇത് ജനങ്ങൾ കാണുന്നതും കേൾക്കുന്നതുമായ പ്രത്യക്ഷത്തിലുള്ളത്. ലാക്കിൻ ഹുനാക ഷിർക്കുൻ ഖഫിയുൻ, പക്ഷേ ഇതല്ലാതെ എന്തുണ്ട്? അവിടെ ഷിർക്കുൻ ഖഫിയുണ്ട്, ഖഫിയായ ഷിർക്കും കൂടിയുണ്ട്. ലാ യദ്രി അൻഹു നാസ്, അതിനെപ്പറ്റി ജനങ്ങൾക്കറിയില്ല. ലിഅന്നഹു ഫിൽ ഖൽബ്, കാരണം അത് ഹൃദയത്തിലാണ്. അതുകൊണ്ട് അവന് ഷിർക്കുൽ അസ്ഗർ ഉണ്ടാവുന്നുള്ളത് മറ്റൊരാൾക്ക് അറിയാൻ പറ്റൂല. ലാ യഅലമുഹാ ഇല്ലല്ലാഹു സുബ്ഹാനഹു വതആല, അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് അല്ലാതെ അറിയില്ല. വഹുവ അശ്ശിർക്കു ഫിൻ നിയ്യത്തി വൽ ഇറാദ, ഉദ്ദേശത്തിലും നിയ്യത്തിലും ഒക്കെ വരുന്ന ഷിർക്കാണത്. ഫൽ ഇൻസാൻ ഇദാ സലിമ മിൻ ഷിർക്കിൽ അക്ബർ, അപ്പോൾ ഒരാൾ ഷിർക്കുൽ അക്ബർ, അതായത് മില്ലത്തിൽ നിന്ന്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന തരം ഷിർക്ക്, ഷിർക്കുൽ അക്ബറിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടാൽ ഫൈന്നഹു ഖദ് ലാ യസ്ലമു മിന ഷിർക്കിൽ അസ്ഗർ, പക്ഷേ ചിലപ്പോൾ അവന് ചെറിയ ഷിർക്കിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല എന്നും വരാം. അല്ലദീ യകൂനു ഫിൽ ഖുലൂബ്, അത് ഹൃദയങ്ങളിലുണ്ടാകുന്നതാണ്. അങ്ങനെയുള്ള വഹാദാ മിമ്മാ യുഅ്തൽ മുഅ്മിനു അൽ ഹിദ്ർ ഷദീദ്, ഇത് ശക്തമായിട്ട് സൂക്ഷിക്കേണ്ട, പ്രൊട്ടക്ഷൻ വേണ്ട വിഷയമാണ് എന്ന്. വറിയാഉ മിൻ സിഫാത്തിൽ മുനാഫിഖീൻ, ഇനി റിയാ, ലോകമാന്യം എന്നത് കപട വിശ്വാസികളുടെ ലക്ഷണങ്ങളാണ്, അവരെ വിശേഷണങ്ങളിൽ പെട്ടതാണ്. യഖൂലു അല്ലാഹു തആല ഫിൽ മുനാഫിഖീൻ, മുനാഫിഖീങ്ങളുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എന്താണ്? ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാലാ യുറാഊന അന്നാസ വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീലാ. ഇന്നൽ മുനാഫിഖീന, നിശ്ചയ മുനാഫിഖുകൾ, കപട വിശ്വാസികൾ, യുഖാദിഊന അല്ലാഹ, അവർ അല്ലാഹുവിനെ വഞ്ചിക്കുകയാണ്. വഹുവ ഖാദിഉഹും, അല്ലാഹു അവരെയാണ് വഞ്ചിക്കുന്നത്. വഇദാ ഖാമൂ ഇലസ്സലാഹ്, അവർ നിസ്കാരത്തിലേക്ക് നിന്നാൽ ഖാമൂ കുസാലാ, അവർ മടിയന്മാരായിട്ടാണ് നിൽക്കുക. യുറാഊന അന്നാസ, ജനങ്ങളെ അവർ കാണിക്കുക, നിസ്കാരം ഇരിയായിട്ട് ഞങ്ങൾ വിശ്വാസികളാണെന്ന് വരുത്തി തീർക്കാൻ. വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീലാ, അവർ കുറച്ച് മാത്രമല്ലാതെ അള്ളാഹുവിനെ സ്മരിക്കുന്നില്ല. അപ്പോൾ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുക എന്നത് അത് മുനാഫിക്കുകളുടെ സ്വഭാവമാണ്. അല്ലാഹു തആല തവഅദൽ മുറാഈൻ, ഇങ്ങനെ കാണിക്കാൻ വേണ്ടി, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഇബാദത്ത് ചെയ്യുന്നവരുടെ വിഷയത്തിൽ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അല്ലാഹു തആല പറഞ്ഞു, ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊൻ, നിസ്കാരക്കാർക്ക് നാശം എന്ന് പറഞ്ഞിട്ട്, അങ്ങനെയുള്ള നിസ്കാരക്കാർ, അവർ നിസ്കാരത്തിൽ അശ്രദ്ധരാണ്. അവർ നിസ്കാരം എന്ന് പറഞ്ഞാൽ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുക, ജനങ്ങളെ കാണിക്കാൻ. ഫവഅദഹുമുല്ലാഹു ബിൽ വൈൽ, അപ്പോൾ അത്തരം നിസ്കാരക്കാർക്ക് വൈലി എന്ന നരകം അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. വജാഅ ഫിൽ ഹദീസ് അന്നല്ലാഹ യഖൂലു ലിൽ മുറാഇന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ലോകമാന്യക്കാരോട് അള്ളാഹു പറയും, ഇദ്ഹബൂ ഇലല്ലദീന കുന്തും തുറാഊനഹും ഫിദ്ദുനിയ, നിങ്ങൾ ആരെയാണോ കാണിച്ചിരുന്നത് നിസ്കാരം, നിങ്ങളുടെ സൽക്കർമ്മങ്ങളൊക്കെ ദുനിയാവിൽ വെച്ച്, ഐഹിൽ വെച്ചിട്ട് അവരടുത്തേക്ക് പോയിക്കോളൂ. ഹൽ തജിദൂന ഇൻദഹും ജസാ, അവരടുത്ത് വല്ല പ്രതിഫലം ഉണ്ടോ നോക്കൂ, അവർ കാണുന്നുണ്ടോ, നിങ്ങൾ വല്ല പ്രതിഫലം അവർക്ക് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുമോ നോക്കിക്കോളൂ. ഫഹാദുൽ ഹദീസു ഫിഹി അൽ ഖൗഫ് മിന ഷിർക്ക്, അപ്പോൾ ഈ ഹദീസിൽ ഷിർക്കിൽ നിന്നുള്ള ഭയമുണ്ട്. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാഫു അലാ സാദാത്തിൽ മുഹാജിരീൻ വൽ അൻസാർ,
അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിറുകളുടെയും അൻസാറുകളുടെയും നേതാക്കളിൽ സാദത്തുക്കളിൽ ഇത് ഭയപ്പെട്ടു. വാല അഫ്ദലി ഹാദിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠവാന്മാരിൽ ഫകൈഫ ബിമൻ ദൂനഹും, അപ്പം പിന്നെ അവരുടെ താഴെ തട്ടിലുള്ള നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ അവർ ഭയക്കണ്ടേ, നമ്മൾ ഭയക്കണ്ടേ? മില്ലത്തിൽ നിന്ന് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാത്ത ചെറിയ തരം ഷിർക്ക്, അതായത് റിയ, ലോകമാന്യം, അതിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയാണെങ്കിൽ ഫബിഷിർക്കിൽ അക്ബർ, അപ്പം പിന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഷിർക്കുൽ അക്ബറിൻ്റെ കാര്യം എന്തായിരിക്കും? വൽഇയാദു ബില്ലാഹ്, അള്ളാഹുവിൽ ശരണം എന്ന്. വഫീഹി ദലീലുൻ, ഈ ഹദീസിൽ തെളിവുണ്ട്, അല വുജൂബി ഇഖ്ലാസി നിയ്യത്തി ലില്ലാഹി അസ്സ വജൽ, അല്ലാഹു അസ്സ വജലിന് മാത്രം തനിച്ചാക്കി അവന് മാത്രം ഇബാദത്ത് ചെയ്യാന്ന്, ആ നിയ്യത്ത് അള്ളാഹുവിന് വേണ്ടി മാത്രം എന്നാക്കണം. വഅന്നൽ ഇൻസാന ലാ യഖ്സുദു മദ്ഹൻ നാസി ഔ സനാഅൻ നാസി ഔ മതാമിഅദ് ദുനിയാ ബിഅമാലിഹി സ്വാലിഹ, നിശ്ചയ മനുഷ്യൻ ലാ യഖ്സുദു, അവൻ ഉദ്ദേശിക്കരുത്, മദ്ഹൻ നാസി, ജനങ്ങളുടെ മദ്ഹ്, പ്രശംസ, ഔ സനാഅൻ നാസി, ജനങ്ങളുടെ കീർത്തനം പറയൽ, ഔ മതാമിഅദ് ദുനിയാ, അല്ലെങ്കിൽ ദുനിയാവിൻ്റെ മോഹങ്ങൾ, ബിഅമാലിഹി സ്വാലിഹ, അയാളുടെ സൽക്കർമ്മങ്ങൾ കൊണ്ട്. അപ്പം തൻ്റെ സൽക്കർമ്മങ്ങൾ കൊണ്ട് ഇയാൾ ഇതൊന്നും ഉദ്ദേശിക്കരുത്. ജനങ്ങളുടെ പ്രശംസ, കീർത്തനം പറയൽ, ദുനിയാവിൻ്റെ ആഗ്രഹങ്ങൾ, അതൊന്നും പാടില്ല. വൈന്നമായ ഖുലുസുന്നിയ്യത ലില്ലാഹി അസ്സ വജൽ, അല്ലാഹു അസ്സ വജൽ, അല്ലാഹുവിൻ്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം. യുരീദു വജ്ഹല്ലാഹി തആല, അല്ലാഹു തആലയുടെ വജ്ഹ് മാത്രം ഉദ്ദേശിക്കുക. ഫഇന്ന അമൽ മിൻ അജ്ലി റിയായി, ഫഇന്ന അമല മിൻ അജ്ലി റിയായി, റിയാഇൻ്റെ കാരണം, റിയാവിന് വേണ്ടിയിട്ടുള്ള, ലോകമാന്യത്തിന് വേണ്ടിയിട്ടുള്ള സൽക്കർമ്മം എന്നത് ഫഅമലുഹു ബാത്തിൽ. ഫൈൻ അമില എന്നാട്ടോ, ഫൈൻ അമില മിൻ അജ്ലി റിയായി, ലോകമാന്യത്തിന് വേണ്ടിയിട്ട് ഒരാൾ അമൽ ചെയ്താൽ, സൽക്കർമ്മം ചെയ്താൽ, ഫഅമലുഹു ബാത്തിൽ, അവൻ്റെ അമല് അത് ബാത്തിലാണ്, അത് തള്ളപ്പെടുന്നതാണ്, അത് യഥാർത്ഥത്തിൽ സ്വീകരിക്കപ്പെടുന്നതല്ല എന്നതാണ്. ഫഹാദൽ ഹദീസ് യദുല്ലു അവലൻ, അപ്പോൾ ഈ ഹദീസ് ഒന്നാമതായി അറിയിക്കുന്നു എന്താണ്? അലൽ ഖൗഫി മിന ഷിർക്ക്, ഷിർക്കിൽ നിന്നുള്ള ഭയം. സാനിൻ, രണ്ടാമത്തെ അന്ന റിയാ ഷിർക്കുൻ, റിയാ, ലോകമാന്യം മറ്റൊരാൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഇബാദത്ത് ചെയ്യുക എന്നത് ഷിർക്കാണ്. മഅനാഹു, അതിൻ്റെ ആശയം കമാ ദക്കർന, നാം പരാമർശിച്ച പോലെ, അൻ യുഹിബ്ബൽ ഇൻസാനു അൻ യറാഹു നാസു അല ത്വാഅതി ഫയസ്നു അലൈഹി ബിഹാ, ജനങ്ങൾ അവൻ്റെ ഇബാദത്ത്, അള്ളാഹുവിന് വഴിപ്പെടുന്നത് കാണലും അത് അവന് ഇഷ്ടപ്പെടുക, അങ്ങനെ അവനെ പ്രശംസിക്കുക എന്നതാണ്. അതാണ് റിയാ. വസാലിസൻ, മൂന്നാമതായി അന്ന റിയാ ഷിർക്കുൻ ഖഫിയൻ, റിയാ എന്നത് മറഞ്ഞ ഷിർക്കാണ്, ഖഫിയ ഷിർക്കാണ്. ലാ യഅലമുഹു നാസ്, ജനങ്ങൾക്കത് അറിയാൻ പറ്റില്ല. വേറെ ഒരാൾക്ക് റിയാ ഉണ്ടെന്ന് മറ്റൊരാൾക്ക് അറിയാൻ പറ്റില്ല സാധാരണ രീതിയിൽ. വഇന്നമല്ലാഹു ജല്ല വഅലാ ഹുവല്ലദീ യഅലമുഹു, അല്ലാഹു ജല്ല വഅലാ, അവന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഒരാൾ ലോകമാന്യം കൊണ്ട് മറ്റൊരാളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യണമെന്ന് നമുക്കെങ്ങനെ അറിയാം? മറ്റൊരാൾക്കറിയില്ല. അപ്പോൾ അത് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. ലിഅന്നഹു ഫിൽ ഖുലൂബ്, കാരണം ലോകമാന്യം എന്നത് ഖുലൂബിൽ, ഹൃദയങ്ങളിലാണ്. അയാൾ ജനങ്ങളെ കാണിക്കാനാണോ അല്ലേ ചെയ്യുന്നതെന്നും നമുക്കറിയാൻ പറ്റില്ല, മറ്റൊരാൾക്കറിയാൻ പറ്റില്ല, അള്ളാഹുവിന് മാത്രമേ അറിയാൻ പറ്റൂ.